ഹായ്. നിങ്ങൾ സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കുന്ന നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ നിധിയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് കുറച്ച് ആളുകൾ അവിടേക്ക് അതിക്രമിച്ച് കയറുകയും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തിട്ട് ആ ഒരു നിധി തുറന്നെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും? ഇതാണ് ഇപ്പോൾ സുഡാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ് ആയിട്ടുള്ള ഗോൾഡ്, മിനറൽസ് ഒക്കെ കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് UAE ഫണ്ട് ചെയ്തിട്ടുള്ള RSF എന്ന് പറയുന്ന മിലിറ്ററി ഗ്രൂപ്പ് അവിടെയുള്ള 1.5 ലക്ഷത്തോളം വരുന്ന ആളുകൾ, സ്ത്രീകളും കുട്ടികളും അടക്കം 1.5 ലക്ഷത്തോളം പേരെ ഓൾറെഡി കൊന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് എന്തുകൊണ്ട് ആളുകൾ ഇപ്പോഴും സംസാരിക്കുന്നില്ല? ഞാൻ പണ്ട് പാലസ്തീൻ്റെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് എന്തുകൊണ്ടാണ് നിങ്ങൾ സുഡാനെ പറ്റി സംസാരിക്കാത്തതെന്ന് ചോദിച്ച സമയത്ത് ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കി എന്താണ് ഇതിൻ്റെ കാരണം, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയ സമയത്ത് കംപ്ലീറ്റ്ലി ഷോക്കായി പോവുകയാണ്. ഇത്രത്തോളം വലിയ വയലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലസ്തീനിൽ നടന്നിട്ടുള്ളത്, അവിടെ ഇസ്രായേലിൻ്റെ ആർമി ബോംബ് ഇടുകയും അവിടെയുള്ള ആളുകളെ കൊന്നുകളയാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആളുകളെ പട്ടിണിക്കിടുകയും 1 വയസ്സ് പോലും പ്രായമില്ലാത്ത പെൺകുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു കൊല്ലുകയും ആളുകളെ കെട്ടിത്തൂക്കുകയും ദേഹത്തോടെ JCB കയറ്റി കൊല്ലിയൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാലസ്തീന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുള്ള ആളുകൾ, നിങ്ങൾ ജെനുവിൻ ആയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു എല്ലാവരുടെയും പലസ്തീനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള എല്ലാവരുടെയും കമൻറ്റ് ബോക്സിൽ ഇത് മതസ്നേഹം കൊണ്ട് മാത്രം സംസാരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം സത്യമല്ല എന്നുണ്ടെങ്കിൽ ഈ പലസ്തീനെ പറ്റി സംസാരിച്ചിട്ടുള്ള എല്ലാ ആളുകളും സുഡാനെ പറ്റി മസ്റ്റായിട്ട് സംസാരിക്കണം. ഇതിനെ പറ്റിയിട്ട് എന്തായാലും ഇത് ചർച്ചാ വിഷയമാക്കേണ്ട കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ പലസ്തീനെ പറ്റിയിട്ട് സംസാരിച്ച സമയത്ത് കുറേ ആളുകൾ വന്നിട്ട് ഇന്ത്യ ഫണ്ട് ചെയ്യുന്നുണ്ട്, ഇന്ത്യനെ സഹായിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ UAE അതുപോലത്തെ അറബ് രാജ്യങ്ങളിൽ പോയിട്ട് ജോലി ചെയ്ത് അവിടെ വെച്ച് സമ്പാദിക്കുന്ന ഒരുപാട് പേര് പ്രവാസികളായിട്ടുള്ള ആളുകളുണ്ട്. അവരുള്ളത് കൊണ്ട് ഞങ്ങൾ സുഡാനെ സപ്പോർട്ട് ചെയ്യില്ല, ഞങ്ങൾ അറബ് രാജ്യങ്ങളെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മനുഷ്യത്വമുള്ള ആളുകളാവുന്നില്ല. ഓക്കെ, അതുകൊണ്ട് മസ്റ്റായിട്ട് ഈ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കണം. ഇത് ചർച്ചാ വിഷയമാക്കേണ്ട കാര്യം തന്നെയാണ്. പ്ലീസ് സ്റ്റാൻഡ് വിത്ത് സുഡാൻ.